എല്ലാം കഴിഞ്ഞപ്പോൾ രണ്ടാളും കൂടി അലമാറൊക്കെ തുറന്നു കണ്ട് ഷൂ എടുത്ത് കണ്ട് ഓടിയൊക്കെയാണ് നമ്മളെ ചങ്ങായത് വല്ല ചിക്കൻ കാലത്തെ കടിച്ചു തിന്നണ മാതിരി തോന്നെ ഷൂ ഒക്കെ കടിച്ചു തിന്നു നമ്മുടെ താത്താക്ക് ഒരു സംശയം അവന്റെ ഷൂ അങ്ങോട്ട് തിന്നണ്ടപ്പോൾ ഓള് വിചാരിച്ചിരിക്കണ വല്ല മധുരറ്റുണ്ടെന്ന് ഓക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് ഓന്റെ അടുത്ത് തട്ടിപ്പറിച്ചോളൂ അലമാറൊക്കെ കണ്ട് ലോക്കച്ചോണ്ട് വല്ലാതെ പൈമക്കണ്ട് അടുക്കലില്ല ഇന്നിപ്പോ ഞാനൊന്നും അങ്ങോട്ട് ലോക്കിടാൻ മറന്നേ അപ്പൊ കിട്ടിയ ഗ്യാപ്പിൽ രണ്ടാളും കൂടി ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ഹോളന്ന് ഒച്ചപ്പാടായിട്ട് പോയപ്പോൾ നമ്മുടെ നെജിമി മ്യാപ്പി വന്നേ ഓരോന്ന് ചായ അടിക്കാൻ പോയപ്പോൾ കയറിയതാണ് ഇങ്ങോട്ട് ഓരോന്നും കപ്പിൾസ് ആയി കാണി ചായ അടിക്കാൻ പോകും കുറച്ചും കൂടി സ്റ്റൈലാക്കി പറഞ്ഞാലേ ചായ ഡേറ്റിംഗ് നിങ്ങളെ പിയാപ്പിളാരൊക്കെ കൊണ്ടുപോലുണ്ട് നിങ്ങൾ അങ്ങനെ ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കി നെജിമി വരെ എന്നും കൊണ്ട് പോലുണ്ടെന്ന് പറഞ്ഞു കൊടുക്കി നിങ്ങളെ മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ പോയിക്കൂടിന്ന് ഒരു ചായയും കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക അങ്ങനെ ഉണ്ട് അപ്പൊ ചായ ഡേറ്റിങ്ങിനെ നെജിമി ഇമ്മിയപ്പൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എല്ലാവർക്കും പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ അതല്ല നെജിമി ഇങ്ങോട്ട് പറഞ്ഞിട്ടപ്പോഴേ നമ്മളെ ലൂക്കൊക്കെ പോകാൻ റെഡി ആയി നിൽക്കണേ അവനൊപ്പം കൊണ്ടുവന്ന് വിചാരിച്ചിരിക്കണോ ലൂക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ എന്തായാലും ലിതാത്തനും കൊണ്ടുപോകണല്ലോ അതുകൊണ്ട് നമ്മളെ താത്തി വേഗം അങ്ങോട്ട് കയറി പറ്റിയിരിക്കണം ഇമ്മിയപ്പന്റെ അടുത്ത് നമ്മളെ ആൾക്കാർ എല്ലാവരും ടാറ്റും ബൈബിയൊക്കെ പറയുന്നുണ്ട് അവർക്ക് പിന്നെ പറഞ്ഞൊരു കൊള്ളിമിലിട്ടാലോ അതിനോട് പോയി ഒട്ടിക്കൂ ഓരോ വിചാരം പറഞ്ഞിട്ടവർക്ക് പുറത്തു പോകുന്നതാണ് അല്ലാതെ പാലാലേ പറഞ്ഞിട്ട് കാണാൻ പെരലിരിക്കല്ലേ ഓറിന്റെ അടുത്ത് നിന്ന് കണ്ട് പിന്നെയും ടാറ്റ അറിഞ്ഞപ്പോൾ നമ്മളെ ലൂക്കൊക്കെ നെജിമിനോട് പറയണേ അവരോട് കൂടുതൽ ബൈ ബൈ പറഞ്ഞാൽ ഓരോ അങ്ങോട്ട് എടുക്കുന്നു ആ രണ്ട് പൊട്ടന്മാരെ വിചാരം ഓരോ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് ഒരിക്കറിയില്ലല്ലോ ഓരോ പകുതി വരെ കൊണ്ടുപോയിട്ട് ഓരോ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നത് പിന്നീട് ലൂക്കാക്ക് ഇത്താത്തനോട് ബൈ ബൈ എന്ന് പറയുന്നത് ഇത്താത്തനോട് പറയണേ എവിടെ മണ്ട നമ്മൾ രണ്ടാളും പോണത് ഒരു സ്ഥലത്ത് പിന്നെ എന്തിനാ എന്നോട് ബൈ ബൈ എന്ന് പറയുന്നത് അങ്ങനെ കൊണ്ടുപോകണ മാറ്റി അഭിനയിച്ച് കണ്ട് പകുതി എത്തിക്കണം കേട്ടോ ഞാൻ നമ്മളെ ട്വിസ്റ്റ് ഒരങ്ങോട്ട് വാങ്ങും അപ്പൊ ഒരങ്ങോട്ട് കരയും അപ്പൊ ഈ ഫ്ലാറ്റ് ആൾക്കാർക്ക് അങ്ങോട്ട് അറിയും പക്ഷെ നമ്മൾ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിച്ചാൽ നമ്മളെ ലുക്കൊക്കെ കരഞ്ഞതേ ഇല്ല ചോദിച്ചപ്പോൾ പറയണേ എനിക്ക് ആദ്യം അറിയാം നിങ്ങൾ പറ്റിക്കാൻ നിങ്ങൾ പകുതി എടുക്കും നിങ്ങൾക്ക് അറിയാം ലീത്താത്ത കൊണ്ടുപോകാത്ത വിഷമത്തിൽ അത് മതിലും ചാരിയിരിക്കണോളൂ ഞങ്ങൾക്ക് പിന്നെ ആദ്യം അറിയാൻ അവനെ വിടൂലെന്ന് അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല പിന്നീട് രണ്ടാളും കൂടി ഭയങ്കര വർത്താനം അമ്മ ടീം നമ്മളെ പറ്റിച്ചില്ല ഓരോ കൂടെ വിടാതെ പിന്നെ കാര്യം മനസ്സിലാക്കണം അവൻ പറഞ്ഞെടുത്തോളോടെ നമ്മൾ കുഞ്ഞു ബേബികളാണ് ഇപ്പൊ തന്നെ ഒറ്റക്ക് പോകാനായിട്ടില്ലാന്ന് ഈ തളന്റെ കാര്യബോധമൊക്കെ കുട്ടികൾക്ക് അതേമാതിരി അങ്ങോട്ട് കിട്ടിക്കണം പക്ഷെ ഗ്യാപ്പ് കിട്ടിയപ്പോഴേ ലൂക്കാക്കോളം മുടിയൊന്നും എല്ലാം അങ്ങോട്ട് തോണ്ടി നടക്കുന്നവർക്ക് ആദ്യം ഓർമ്മ ഉണ്ടായില്ല കരയാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം നോക്ക് ഓർമ്മയത് ആക്കുകയാണെങ്കിലോ ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ അറിഞ്ഞു കണ്ടത് പോകുന്നത് അതൊക്കെ വേണ്ടിയിട്ടല്ല ഇപ്പൊ കാര്യമാണ് എല്ലാവരും കണ്ടുകണല്ലോ അവളെ മുടി ഇടിക്കണത് അതുകൊണ്ടുള്ള കരയാൻ മോശമല്ല വിചാരിച്ചാണ് കാര്യമാണ് ഇപ്പൊ ഈ കണക്കിന് പോവാണെങ്കിൽ നമ്മളെ താത്ത വൈകാതെ ഒരു ഓസ്കർ വാങ്ങും ഇന്നത്തെ ബൈ ബൈ സീ യു